ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സാണ്. 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ യൂണിറ്റ് ടെസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണ്? മഴയോ മഴ അല്ലേ? അപ്പോൾ എല്ലാ കൂട്ടുകാരും മഴയോ മഴ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടു കാണുമെന്ന് കരുതുന്നു. നമ്മൾ ഫുൾ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. മലയാളം മാത്രമല്ല, നമ്മുടെ ചാനലിൽ എല്ലാ സബ്ജക്റ്റും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും എല്ലാ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർക്ക് ബുക്കിൻ്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണുക. എല്ലാ സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റിൽ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മഴയോ മഴ എന്നുള്ള ചാപ്റ്റർ യൂണിറ്റിൻ്റെ ക്ലാസ് നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആ ചാപ്റ്ററിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. യൂണിറ്റ് ടെസ്റ്റിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഇനി കുറച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് ഓൺ എക്സാം ആണ് അല്ലേ? അപ്പോൾ അതിനൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ചെറിയൊരു ക്ലാസ് ആണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആക്ടിവിറ്റി ടോട്ടൽ മാർക്ക് 35 മാർക്കാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ എല്ലാ ചോദ്യങ്ങളും ഉത്തരം എഴുതി നോക്കുക. നിങ്ങൾക്ക് എത്ര മാർക്കാണെന്ന് നോക്കുക. നിങ്ങളുടെ മാർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. മാർക്ക് കുറവാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്ത് ചെയ്യുക? വീണ്ടും എഴുതി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ മഴയോ മഴ എന്നുള്ള ചാപ്റ്റർ കണ്ടു നോക്കുക. എന്തെങ്കിലും എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 1, വായിക്കാം, ഉത്തരം എഴുതാം. കവിത വായിച്ച് താഴെ തന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. അപ്പോൾ ഇവിടെ ഒരു മഴയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കവിതയാണ് കേട്ടോ. അപ്പം നമുക്ക് അത് കവിത എന്താണെന്ന് വായിച്ചു നോക്കാം. തുള്ളി വരുന്നു മഴത്തുള്ളി, പറകൊട്ടി വരുന്നു മഴക്കാലം, മലയും കാടും ഇലയും മരവും കിളിയും മഴയിൽ നനയുന്നു, വയലൊഴുകുന്നു പുഴയൊഴുകുന്നു, കുളവും ചാലിട്ടൊഴുകുന്നു, മണ്ണലിയുന്നു മനസ്സലിയുന്നു, ഇരുട്ട് പുതയ്ക്കുന്നു, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ താളവും ഈ മഴ പെയ്യുന്നു. ഒരു മഴയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു കവിതയാണ്. ഈ കവിതയുമായി ബന്ധപ്പെട്ട 3 ചോദ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, കവിത എന്തിനെ കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്? അതാണ് ഉത്തരം എഴുതേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, മഴക്കാലം എങ്ങനെയാണ് വരുന്നത് എന്നാണ് കവിതയിൽ പറയുന്നത്. അതായത് മഴക്കാലം എങ്ങനെ വരുന്നു എന്നാണ് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, മഴയിൽ നനയുന്നത് എന്തൊക്കെയാണ് മഴയിൽ നനയുന്നത്? അപ്പൊ ചോദ്യം വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഏത് ചോദ്യമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തെന്നുള്ളത് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഉത്തരം നിങ്ങൾ എഴുതുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2, ഇഷ്ടമുള്ള ഒരു മഴച്ചിത്രം വരച്ച് ചിത്രത്തെ കുറിച്ച് എഴുതുക. മഴച്ചിത്രം എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല. നമ്മൾ പാഠഭാഗം എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴച്ചിത്രം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടൊരു മഴയുടെ ഒരു ചിത്രം. അതായത് മഴ പെയ്യുന്ന സമയത്ത് ചുറ്റുപാടുണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ കാണുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാവുക? ചെടികളിൽ മഴ നനയുന്നു, മഴ കൊള്ളാതിരിക്കുന്ന കിളികൾ ഉണ്ടാവും, മഴവെള്ളം ഒഴുകി പോകുന്നു അല്ലെ? അങ്ങനെ എന്തൊക്കെയായിരിക്കും? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു മഴച്ചിത്രം വരച്ചിട്ട് ആ ചിത്രത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത പ്രവർത്തനം 3, ചേർത്തെഴുതാം. അതായത് അല്ലെങ്കിൽ വർണ്ണിച്ചെഴുതുന്നതാണ്. അപ്പൊ ഇവിടെ ഒന്നാമത്തെ ചിത്രം നോക്കൂ. കുടയെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണിത്? കുട. ആരുടെ കുടയാ? എന്റെ കുട. എങ്ങനത്തെ കുടയാണ്? പുള്ളിക്കുട അല്ലെ? എന്റെ പുള്ളിക്കുട. എങ്ങനത്തെ പുള്ളിക്കുടയാണ്? എന്റെ ചുവന്ന പുള്ളിക്കുട. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാൻ സാധനം? ബാഗ് ആണ് അല്ലെ? ബാഗിനെ കുറിച്ചിട്ട് ചേർത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നിങ്ങളുടെ ബാഗിനെ കുറിച്ച് എഴുതുക. അതായത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഈ ചിത്രത്തിലുള്ള ബാഗിനെ കുറിച്ച് എഴുതിയാൽ മതി. ഓക്കെ, 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടത്. അടുത്ത 4ാമത്തെ പ്രവർത്തനം. എന്താ 4ാമത്തെ പ്രവർത്തനം? പദസൂര്യൻ പൂർത്തിയാക്കുക. എന്ത് പദസൂര്യൻ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ 1ാം ക്ലാസ് തൊട്ട് നമ്മൾ പഠിക്കുന്നതാണ് പദസൂര്യനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ഈ പദസൂര്യനെ എന്തുമായി ബന്ധപ്പെട്ട പദസൂര്യനാണ് എഴുതുന്നത്? പക്ഷെ മഴയുടെ കൂട്ടുകാരെയാണ് പദസൂര്യനിൽ എഴുതുന്നത്. അതായത് മഴയുമായി ബന്ധപ്പെട്ട മറ്റു നമുക്ക് എഴുതാം. നമുക്ക് ഉദാഹരണമായിട്ട് 2 പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മഴത്തുള്ളി എഴുതാം അല്ലെ? മഴത്തുള്ളി എഴുതാം. പിന്നെ എന്ത് എഴുതാം? ഇടി എഴുതാം, മിന്നൽ എഴുതാം അല്ലെ? ഇപ്പൊ തന്നെ ഞാൻ 3 പറഞ്ഞു. ബാക്കി 2 ചേർത്ത് എഴുതുക. അപ്പൊ അങ്ങനെ മഴയുടെ കൂട്ടുകാരെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. അതേ മഴയുമായി ബന്ധപ്പെട്ട മറ്റു പദങ്ങൾ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതാണ് ഇവിടെ 4ാമത്തെ പ്രവർത്തനം, പദസൂര്യൻ പൂർത്തിയാക്കുക. എന്താന്ന് മനസ്സിലായില്ലേ ചോദ്യം? അപ്പൊ നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താ നോക്കാം. 5ാമത്തെ പ്രവർത്തനം നോക്കിയാലോ? അപ്പൊ ഇത് 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. തെറ്റുകൂടാതെ എഴുതുക. അടുത്തത്, അഥവാ തെറ്റ് വരുത്തിയാലും സാരമില്ല, വീണ്ടും ചെയ്തു നോക്കുക. അടുത്ത പ്രവർത്തനം 5, പോസ്റ്റർ തയ്യാറാക്കാം. എന്തുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കാൻ പറയുന്നത് നോക്കൂ. ജല
ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ എങ്ങനെയൊക്കെ വേണമെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നല്ല നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ചിത്രമൊക്കെ വരയ്ക്കുക. ഇപ്പം ജലസംരക്ഷണമാണെങ്കിൽ അപ്പം അതുമായി ബന്ധപ്പെട്ട് ജലവുമായി ബന്ധപ്പെട്ട ചിത്രം വരയ്ക്കുക. ചിത്രം വരച്ച് നമ്മൾ കളർ ചെയ്യുകയാണെങ്കിൽ കളർ ചെയ്യാം, വൃത്തിയായിട്ട് ചെയ്യുക. നമ്മൾ ഒരുപാട് കളർ ചെയ്ത് വൃത്തികേടാക്കാതെ നല്ല രീതിയിൽ കുറച്ച് നല്ല കാണുമ്പോൾ തന്നെ എന്തുണ്ടായിരിക്കണം, ഒരു അട്രാക്ഷൻ ആയിട്ടുണ്ടായിരിക്കണം. എഴുതുന്ന അക്ഷരങ്ങൾ കുറച്ച് വലുതാക്കി എഴുതുക. പോസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ കുറച്ച് വലുതാക്കി എഴുതുക. നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ നല്ലൊരു സന്ദേശം ആ പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഓക്കെ, അടുത്തത് 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത 6ാമത്തെ പ്രവർത്തനം കടങ്കഥ നിർമ്മിക്കാം. വളരെ നല്ല രസകരമായ ഒരു പ്രവർത്തനമാണ് അല്ലെ കടങ്കഥ. നമ്മൾ കുറെ കടങ്കഥ, മഴയെ കുറിച്ചുള്ള കടങ്കഥയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പാഠത്തില്. ഇവിടെ നമ്മൾ കടങ്കഥ നിർമ്മിക്കേണ്ടത് ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഉത്തരത്തിന് അനുയോജ്യമായ കടങ്കഥകൾ നിർമ്മിക്കും. ഇപ്പൊ ചിത്രം കാണുമ്പോൾ മനസ്സിലാവുണ്ടല്ലോ എന്താ സാധനം എന്നുള്ളത്. ആദ്യത്തെ ചിത്രം എന്താ, കൂട. അപ്പൊ കൂടെ ഉത്തരമായി വരുന്ന കടങ്കഥയാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതായത് 3 വരി കടങ്കഥ ഉത്തരമായി വരുന്ന ചോദ്യം നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് കടങ്കഥ നിർമ്മിക്കാൻ. ഇതെന്താ, സൂര്യൻ. ഇവിടെ എന്താ, മഴയാണിത്. ഇവിടെ തവള. പിന്നെന്താ, ഇത് ഇടിയാണ് ഉദ്ദേശിക്കുന്നത്. ഇടിമിന്നലാണ് കേട്ടോ. ഇടിമിന്നലാണ് ഉത്തരമായി വരുന്നത്. അല്ലെങ്കിൽ മിന്നൽ ഉത്തരമായി വന്നാലും മതി. ഓക്കെ, അപ്പൊ ഈ ഉത്തരങ്ങൾ വരുന്ന കടങ്കഥകൾ നിർമ്മിക്കുക. വളരെ രസകരമായിട്ട് നിങ്ങൾ കടങ്കഥകൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ കടങ്കഥകൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇത് 6 പ്രവർത്തനമാണ്. അടുത്തത് പ്രവർത്തനം 7ആണ് കേട്ടോ. അവിടെ 5 കൊടുത്തിരിക്കുന്നത് 7ാമത്തെ പ്രവർത്തനമാണ് എന്റെ മഴയനുഭവം. അതായത് നിങ്ങളൊരു മഴയനുഭവം, ഒരു ദിവസം നിങ്ങൾക്ക് യാത്രാനുഭവമൊക്കെ നമ്മൾ പറയാറില്ല. അതേപോലെ മഴയനുഭവം, മഴയെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ അനുഭവത്തെ കുറിച്ചാണ് എഴുതേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ച് 10 സെന്റൻസ് മിനിമം എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രവർത്തനം 7ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ എത്ര പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ യൂണിറ്റ് ടെസ്റ്റില്? 7 പ്രവർത്തനങ്ങളാണ്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ 7 പ്രവർത്തനങ്ങളും. അപ്പൊ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും എഴുതി തന്നെ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ് കണ്ടത്, മഴ എന്നല്ല, ക്ലാസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം തീർച്ചയായിട്ടും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുക. അതേപോലെ എഴുതുന്ന സമയത്ത് അക്ഷരത്തെറ്റുകൾ വരും. എന്നാലും എന്ത് ചെയ്യുക, പുതിയ പുതിയ സെന്റൻസുകൾ, വാക്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പറ്റാനുള്ള അക്ഷരത്തെറ്റുകളൊക്കെ മാറി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാനൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ മഴ അനുഭവമൊക്കെ നമുക്ക് എഴുതാൻ പറയുന്നുണ്ട്. മഴ അനുഭവം, മഴ ചിത്രത്തെ കുറിച്ചൊക്കെ എഴുതാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, നമ്മൾ വാക്യങ്ങളാണ് എഴുതേണ്ടത്, വാക്കുകളല്ല. വാക്യങ്ങൾ എഴുതുന്ന സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുക. അപ്പൊ തെറ്റുകൾ തീർച്ചയായിട്ടും വരും, അത് സാരമില്ല. എന്ത് ചെയ്യുക, എഴുതി തന്നെ നോക്കണം. ഓക്കെ, വാക്യങ്ങൾ തന്നെ എഴുതുക. മിനിമം ഒരു 5-6 വാക്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോഴെന്താവുള്ളൂ, ആൻസർ കംപ്ലീറ്റ് ആവുള്ളൂ. നമുക്ക് എക്സാമിന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ മലയാളത്തിന്റെ യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്തത്. ഇംഗ്ലീഷിന്റെ യൂണിറ്റ് ടെസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടങ്ങൾ തീർച്ചയായും കാണുക. എല്ലാ സബ്ജക്റ്റിന്റെ യൂണിറ്റ് ടെസ്റ്റും ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടം എന്ത് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ഒരു ലൈക്ക്